നമസ്കാരം. ഇന്ന് നമ്മൾ മാർക്കറ്റിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡീറ്റെയിലായി നോക്കാൻ പോകുന്നത്. അതാണ് ഇക്വിറ്റി ഡൈല്യൂഷൻ. എന്താണ് ശരിക്കും ഇതിന്റെ മെക്കാനിസം? ഇത് മാർക്കറ്റിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. മിക്ക ആളുകൾക്കുമുള്ളൊരു വലിയ സംശയമുണ്ട്. ഒരു കമ്പനി പുതിയതായി കുറച്ച് ഷെയറുകൾ കൂടി ഇഷ്യൂ ചെയ്താൽ നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് പണി കിട്ടുമോ? അവരുടെ പണം ഓട്ടോമാറ്റിക്കായി നഷ്ടപ്പെടുമോ? ഡൈല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു റെഡ് ഫ്ലാഗാണ്, ഒരു മോശം കാര്യമാണ് എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷെ അതെപ്പോഴും അങ്ങനെയാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ ഇക്വിറ്റി ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു കമ്പനി അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയതായി കുറച്ച് ഷെയറുകൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? നിലവിൽ അവിടെയുള്ള പ്രൊമോട്ടറുടെയും പബ്ലിക്കിന്റെയും ഒക്കെ കയ്യിലുള്ള ടോട്ടൽ ഷെയർസിനൊപ്പം ഈ പുതിയ ഷെയറുകൾ കൂടി ആഡ് ചെയ്യപ്പെടും. അതോടെ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് ശതമാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവകാശം കുറയുന്നു. ഇതിനെയാണ് നമ്മൾ ഡൈല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ചെറിയ കണക്കിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു ഉദാഹരണത്തിന്, ഒരു കമ്പനിക്ക് ആകെ 100 ഷെയറുകളാണുള്ളത് എന്ന് കരുതുക. അതിൽ ഒരു ഷെയർ നിങ്ങളുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ 100ൽ ഒരു ഭാഗം, അതായത് കൃത്യം 1% ഓണർഷിപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്, അല്ലേ? ഇനി ശ്രദ്ധിക്കുക. കമ്പനി വേറൊരു ആവശ്യത്തിനായി പുതിയ 10 ഷെയറുകൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരൊറ്റ ഷെയറിന്റെ പവർ അല്ലെങ്കിൽ അവകാശം ഇപ്പോൾ 110-1 ചുരുങ്ങുകയാണ്. പണ്ട് 100-1 പുതിയ ഷെയറുകൾ വന്നതോടെ 110-1 കുറഞ്ഞു. നിങ്ങളുടെ പങ്ക് കുറയുന്ന ഈ ഒരു ചുരുങ്ങുന്ന സ്ലൈസ് ഉണ്ടല്ലോ, ഇതിനെയാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കമ്പനികൾ പല മാർഗങ്ങളിലൂടെയാണ് ഇങ്ങനെ പുതിയ ഷെയറുകൾ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇത് ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നേരിട്ട് വിൽക്കാം, അല്ലെങ്കിൽ ഒരു QIP വഴിയാകാം, ജീവനക്കാർക്ക് കൊടുക്കുന്ന ESOP ആകാം, അതുമല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള മേജറുകൾ വഴിയും ഇത് സംഭവിക്കാം. ഇതിലെ ഈ QIP എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്. ഈ പേര് കേട്ട് ആരും പേടിക്കേണ്ട കേട്ടോ. സിമ്പിളായി പറഞ്ഞാൽ, ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് പെട്ടെന്ന് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ അവർ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് മാത്രം നേരിട്ട് പുതിയ ഷെയറുകൾ വിൽക്കുന്ന ഒരു പരിപാടിയാണിത്. അടുത്തതാണ് ESOP അഥവാ എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ. കമ്പനിയിലെ ജീവനക്കാർക്ക് അവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഒരു റിവാർഡായിട്ട് കമ്പനിയുടെ തന്നെ പുതിയ ഷെയറുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണിത്. ഇതും കമ്പനിയുടെ ടോട്ടൽ ഷെയറുകളുടെ എണ്ണം കൂട്ടും. അങ്ങനെ അതും ഒരു ഡൈല്യൂഷന് കാരണമാകും. ഇനി മെർജറുകൾ എങ്ങനെയാണ് ഡൈല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. 2 കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ പുതിയതായി ഉണ്ടാകുന്ന കമ്പനി 2 ഭാഗത്തെയും പഴയ ഷെയർ ഹോൾഡർമാർക്ക് ഷെയറുകൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടുതന്നെ അവിടെ ആ പഴയ ഓണർഷിപ്പ് ശതമാനം സ്വാഭാവികമായും ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഷടാ, അപ്പോൾ ഈ ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ഒരു 8ന്റെ പണിയാണല്ലോ എന്ന്. എന്നാൽ സത്യം അതല്ല. ചില സാഹചര്യങ്ങളിൽ മാർക്കറ്റ് ഈ ഡൈല്യൂഷനെ വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുക. അതായത് നമ്മുടെ അവകാശം ചുരുങ്ങുമ്പോഴും മാർക്കറ്റ് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ചില കിടിലൻ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബജാജ് ഫിനാൻസ്. അവർ മുമ്പൊരു QIP നടത്തിയിരുന്നു. അന്ന് മാർക്കറ്റിലെ വിലയേക്കാളും കുറഞ്ഞ വിലക്കാണ്, അതായത് ഒരു ഡിസ്കൗണ്ടിലാണ് അവർ പുതിയ ഷെയറുകൾ വിട്ടത്. സാധാരണഗതിയിൽ ഡിസ്കൗണ്ടിൽ ഷെയർ കൊടുക്കുമ്പോൾ മാർക്കറ്റ് അതൊരു നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഷെയറിന്റെ വില പിന്നീട് വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ് ചെയ്തത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ QIP വഴി അവർക്ക് കിട്ടിയ കോടിക്കണക്കിന് രൂപ നേരെ പോയത് കമ്പനിയുടെ റിസർവിലേക്കാണ്. അതായത് ആ പണം ഉപയോഗിച്ച് കമ്പനിക്ക് ഭാവിയിൽ വലിയ രീതിയിൽ ബിസിനസ് വളർത്താൻ പറ്റുമെന്ന് മാർക്കറ്റിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഈയൊരു കോൺഫിഡൻസ് ആ ഷെയറിന്റെ ബുക്ക് വാല്യൂവിനേക്കാളും വലിയൊരു ഗ്രോത്താണ് അവർക്ക് നൽകിയത്. ഇനി നമുക്ക് SBI ബാങ്കിന്റെ കാര്യം നോക്കാം. അവിടെ നടന്നത് ഇതിൽ നിന്നും കുറച്ചു വ്യത്യസ്തമായ ഒന്നാണ്. അവർ QIP നടത്തിയപ്പോൾ മാർക്കറ്റിലുണ്ടായിരുന്ന പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്കാണ്, അതായത് ഒരു പ്രീമിയത്തിനാണ് പുതിയ ഷെയറുകൾ അവർ വിറ്റഴിച്ചത്. അപ്പോൾ നോക്കൂ, നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് കുറഞ്ഞെങ്കിലും ബാങ്കിലേക്ക് കൂടുതൽ പണം വന്നതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുമെന്നത് മാർക്കറ്റ് ഒരു വലിയ പോസിറ്റീവായി എടുത്തു. അതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഉദാഹരണമാണ് രാധാകൃഷ്ണൻ ദമാനി സാറിന്റെ DMart അടുത്തിടെ നടന്നത്. അവിടെ അവർ ESOP വഴി പുതിയ ഷെയറുകൾ ഇറക്കി. പക്ഷേ എത്ര ശതമാനമാണെന്നറിയാമോ? വെറും 0.5%. അതെ, 0.5% ഷെയറുകൾ മാത്രമാണ് അവർ പുതിയതായി ഇഷ്യൂ ചെയ്തത്.
ഡിമാർട്ട് പോലെയുള്ള അത്രയും സ്ട്രോങ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ 0.5% ഡൈല്യൂഷൻ എന്ന് പറയുന്നത് കടലിൽ കായം കലക്കിയതുപോലെയാണ്, തികച്ചും നിസ്സാരം. ഇത് നിലവിലുള്ള ഷെയർ ഹോൾഡർമാരെ യാതൊരു തരത്തിലും നെഗറ്റീവായി ബാധിക്കില്ല. ഇത്തരം സൂപ്പർ ഗ്രോയിങ് കമ്പനികൾക്ക് ഈ ചെറിയ ഡൈല്യൂഷൻ വളരെ നിഷ്പ്രയാസം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നാണയത്തിന് മറ്റൊരു വശം കൂടിയുണ്ടല്ലോ. ഡൈല്യൂഷൻ ചിലപ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡർമാരുടെ വാല്യൂ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന സാഹചര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന തകർച്ചയുടെ വക്കിലുള്ള ബിസിനസ്സുകളുടെ കാര്യത്തിൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഉദാഹരണത്തിന്, വലിയ കിട്ടാക്കടങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങൾ നേരിടുന്ന ചില ബാങ്കുകളുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. അവർക്കെങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ അവർ പുതിയ ബിസിനസ് തുടങ്ങാനോ വളരാനോ ഒന്നുമല്ല, മറിച്ച് കേവലം ഒന്ന് ശ്വാസം വിടാൻ അല്ലെങ്കിൽ ഒന്ന് നിലനിൽക്കാൻ വേണ്ടിയാണ് ഗതികെട്ട് ഇത്തരം ഫണ്ട് റൈസിങ്ങിനോ QIPക്കോ പോകുന്നത്. ഇത്തരം ഗതികെട്ട സാഹചര്യങ്ങളിൽ ഈ ബാങ്കുകളിൽ പണം മുടക്കാൻ വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരൊരിക്കലും ബാങ്ക് ചോദിക്കുന്ന ഉയർന്ന വിലയൊന്നും കൊടുക്കില്ല. അവർ പരമാവധി വില പേശി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതായത് നമ്മൾ ഈ ബാർഗെയിൻ പ്രൈസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിൽ അഡീഷണൽ ഷെയറുകൾ സ്വന്തമാക്കാൻ നോക്കും. ഇത് ആ കമ്പനിക്കും അതിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സാധാരണക്കാർക്കും വലിയൊരു തിരിച്ചടിയാണ്. ഈ കാര്യങ്ങൾ 2 വ്യത്യസ്ത സാഹചര്യങ്ങളെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. നോക്കൂ, നല്ല ഗ്രോത്തുള്ള കമ്പനികൾക്ക് ഡൈല്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ വളർച്ചയ്ക്കുള്ള ഒരു റോക്കറ്റ് ഫ്യൂവലാണ്. അത് അവരുടെ ബുക്ക് വാല്യൂ കൂട്ടുന്നു, മാർക്കറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ട്രഗിൾ ചെയ്യുന്ന കമ്പനികൾക്കോ വളരെ കുറഞ്ഞ വിലയിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യേണ്ടി വരുമ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടമുണ്ടാക്കുകയും മാർക്കറ്റ് അതിനെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു കമ്പനിയിൽ ഡൈല്യൂഷൻ നടന്നാൽ പിന്നെ ആ സ്റ്റോക്കിന്റെ ഗതി ഭയങ്കര കഷ്ടമായിരിക്കും. ആ ഡൈല്യൂഷൻ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്നൊക്കെ ഒന്ന് കരകയറി സ്റ്റോക്ക് അതിന്റെ പഴയ ലെവലിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നിലവിലുള്ള നിക്ഷേപകർക്ക് അതൊരു വലിയ കാത്തിരിപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിന്റെ അവസാനത്തേക്ക് എത്തുകയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത തവണ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഒരു കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ആദ്യം നോക്കുക? അവർ ആ ഷെയർ കൊടുക്കുന്ന പ്രൈസാണോ, അതോ ആ ഫണ്ട് ഉപയോഗിച്ചവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന അതിന്റെ പർപ്പസാണോ? ഡൈല്യൂഷന്റെ ഈ 2 വ്യത്യസ്ത മുഖങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും ഇതൊരു വലിയ അറിവായിരിക്കും. പുതിയൊരു ഇൻസൈറ്റുമായി നമുക്ക് വീണ്ടും കാണാം.